ഹായ് ഓൾ, IR സക്സസ് സ്റ്റോറീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആദിത്യനാണ്. ഹായ് ആദിത്യൻ. ഹായ്. ആദിത്യൻ നമ്മുടെ IRSലെ പ്രീവിയസ് IELTS സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2022 അല്ലേ IRSൽ പഠിച്ചതും എക്സാം ക്രാക്ക് ചെയ്തതും. അപ്പോൾ ആദിത്യൻ ഇന്ന് വളരെ എക്സൈറ്റഡ് ആണ്. സോ വി ആർ ഓൾസോ ഹാപ്പി ഫോർ ഹിം. 2022 IELTS ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഹയർ സ്റ്റഡീസിന് വേണ്ടി കാനഡയിലേക്ക് മൂവ് ചെയ്ത് ഇപ്പം സെക്യൂർഡ് ജോബ് വിത്ത് വർക്ക് പെർമിറ്റിൽ വന്ന് നിൽക്കുകയാണ് ആദിത്യൻ. സോ IRSൽ IELTS സ്റ്റാർട്ട് ചെയ്തത് തൊട്ട് ഇപ്പം നിൽക്കുന്ന ഈ സ്റ്റേജ് വരെയുള്ള ആദിത്യൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ചറിയാം. Thank you, Rose. I'm also happy and so excited to be here at IRS. ഞാൻ എൻ്റെ സൈക്കോളജി കഴിഞ്ഞു ഇരിക്കുന്ന സമയത്തായിരുന്നു വോട്ട് നെസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നതും. ആ ടൈമിലാണ് ഈ എബ്രോഡ് സ്റ്റഡീസൊക്കെ ഭയങ്കര വൈറലായിട്ട് നിൽക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എബ്രോഡ് സ്റ്റഡീസ്, അതായത് UK, കാനഡ, ഓസ്ട്രേലിയ എന്നുള്ള പറഞ്ഞ് മാക്സിമം അങ്ങോട്ടുള്ള, ഇവിടെ ആരും അങ്ങനെ നിൽക്കുന്നില്ല. എല്ലാവരും ഓപ്ഷൻസൊക്കെ ഭയങ്കര വൈഡ് അവിടെയാണെന്നും തിരിച്ചറിയുന്ന സമയത്തായത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് what I should do I need to follow them, what I am up to, what will be it next എന്നാൽ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുമ്പോഴായിരുന്നു ഞാൻ why not choose to be crack IELTS and go choose abroad എന്നൊരു ഓപ്ഷൻ വരുന്നത്. അപ്പോഴാണ് ഞാൻ IRSലേക്ക് വരുന്നത്. ഇതിനു മുമ്പ് ഇവിടെ വരുമ്പോൾ IELTS just English things, we all know, right? We all know how to write and we know how to speak all things. But ആ ഒരു കോൺഫിഡൻസ് വെച്ചായിരുന്നു ഞാൻ IELTSലേക്ക് വരുന്നത് തന്നെ. ബട്ട് ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് what we think, അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചതൊന്നും അല്ല, ഇങ്ങനെയല്ല ഇതിനെ ഡീൽ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളൊരു റിയലൈസേഷൻ വരുന്നത്. ആൻഡ് ദ ട്യൂട്ടേഴ്സ് they really helped me a lot. അതായത് എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യണം, നമ്മളൊരു സബ്ജക്റ്റ് പഠിക്കുന്ന പോലെ അല്ല ഒരു IELTSനെ ഡീൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഒരു കംപ്ലീറ്റ് ഒരു റിയലൈസേഷൻ അല്ലെങ്കിൽ ഒരു തോട്ട് ചേഞ്ചസ് എനിക്ക് ഉണ്ടായത് ഇവിടുത്തെ ട്യൂട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നായിരുന്നു. ആൻഡ് it was the struggle, I would definitely say that, but really struggling at that the first time. ഞാനത് എനിക്ക് കാണാപ്പാടം പഠിക്കുകയാണോ അതോ അതെങ്ങനെയാണ് അത് ഡീൽ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഭയങ്കര കൺഫ്യൂഷനുള്ള സമയത്താണ് ഇവർ പറയുന്നത് you have to be exposed, like speak first, you have to stop thinking in Malayalam. അത് ആ ഒരു കോട്ട് എനിക്ക് ഇവിടെ നിന്നായിരുന്നു കിട്ടിയത്. if you want to speak English, you have to think in English. അതല്ല, മലയാളത്തിൽ സംസാരിച്ച് മലയാളത്തിൽ ആലോചിച്ച് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്താണ് ആ ഡിലേ ഉണ്ടാകുന്നതും ആ ഗ്രാമർ സ്ട്രഗ്ലിംഗ് ഒക്കെ ഉണ്ടാകുന്നതെന്ന് എനിക്ക് ഇവിടുന്നായിരുന്നു ആ റിയലൈസേഷൻ കിട്ടിയത്. അറ്റ് ദാറ്റ് പോയിന്റ് that was like really like an enlightenment point to like how to crack എന്നുള്ള ഒരു പോയിന്റ് എനിക്ക് you can make it up എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയത്. ആൻഡ് പ്രാക്ടീസ്, that was the second stage. പറ്റുന്നത്ര പ്രാക്ടീസ് ചെയ്യുക ആൻഡ് സ്പീക്ക് അപ്പ്, ഡോണ്ട് അഫ്രൈഡ്, ജസ്റ്റ് സ്പീക്ക് അപ്പ്. എന്താണെങ്കിലും സംസാരിക്കുക. ആ നമ്മളൊരു തപ്പൽ അല്ലെങ്കിൽ അതൊക്കെ മാറിക്കിട്ടണമെങ്കിൽ യു ഹാവ് ടു സ്പീക്ക് അപ്പ്, യു ഹാവ് ടു റൈറ്റ്, യു ഹാവ് ടു റീഡ്. ആ ഒരു എക്സ്പോഷർ കിട്ടിയാൽ മാത്രമേ ഇത് ക്രാക്ക് ആവുള്ളൂ. അല്ലാതെ ബാക്കി നമുക്ക് ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് അതിനകത്ത് കാണാൻ പഠിച്ച് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് ഇതിനകത്ത് പോസിബിളായിട്ട് വരുന്ന ആൻസേഴ്സ് ഇതാണെന്നൊക്കെ ഓർത്ത് നമുക്ക് അതിനെ ഡീൽ ചെയ്യാം. പക്ഷേ ദാറ്റ്സ് നോട്ട് ദ വേ യു ഹാവ് ടു ഹാൻഡിൽ ദ IELTS. അല്ലെങ്കിൽ ഇംഗ്ലീഷിനെ അല്ലെങ്കിൽ വേറൊരു സബ്ജക്റ്റ്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ വേറൊരു സബ്ജക്റ്റിനെ നമ്മൾ ഡീൽ ചെയ്യേണ്ട രീതി അങ്ങനെയല്ല, വേറൊരു രീതിയിലാണ് എന്നുള്ള മനസ്സിലാക്കിയത് എനിക്ക് ഇവിടെ വന്ന IRSലായിരുന്നു എനിക്ക് കിട്ടിയത്. അവിടുത്തെ ട്യൂട്ടേഴ്സ് റിയലി ഹെൽപ്പ് മീ. ഐ വുഡ് സേ എനിക്കത് ഞാൻ ഒന്നും പിന്നെയും പറയുന്നു, ഐ വുഡ് റിയലി അപ്രിഷിയേറ്റ് ദം. ദേ ഹെൽപ്പ് മീ എ ലോട്ട്. സോ ആദിത്യൻ, യു ക്ലിയർഡ് യുവർ IELTS ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ്, റൈറ്റ്? യെസ്. ഓക്കെ. സോ IELTS കൂടി കിട്ടിയ ഒരു ലാംഗ്വേജ് എക്സ്പോഷർ ഉണ്ടല്ലോ, അത് കാനഡയുടെ ലൈഫിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ലൈഫ് എക്സ്പീരിയൻസിലും സ്റ്റഡീസിലും ഒക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഇറ്റ് റിയലി ഹെൽപ്പ് ആക്ച്വലി. അതായത് ഇവിടുന്ന് പഠിച്ചതൊക്കെ വെറുതെ ഒരു എക്സാം പാസ്സാകാൻ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് മാത്രം ഇമ്പ്രൂവ് ആകാൻ മാത്രമല്ല, ഇറ്റ് റിയലി ഹെൽപ്പ് മീ ഫോർ all of my future thing. Like അവിടെ ചെന്നപ്പോൾ ന്യൂ കൾച്ചർ, ന്യൂ പീപ്പിൾ, know what we think about. നമ്മൾ ഓർത്ത് വെച്ചതും കണ്ടതും കേട്ടതും മാത്രമല്ല, ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദ. ആ ഒരു സ്ഥലത്ത് ചെന്ന സമയത്ത് പുതിയ കോളേജ്,
നമ്മളെ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യത്തില്ലാത്ത ടൈപ്പ് ഓഫ് ടീച്ചിങ് സ്റ്റൈല്, ഫ്രണ്ട്സ് എല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ആൻഡ് ഫസ്റ്റ് വാസ് ടു സ്ട്രഗ്ലിങ് ഫോർ മീ. എല്ലായിട്ടും കോപ്പപ്പ് ചെയ്യാൻ വേണ്ടി നല്ല ടൈം എടുത്തു. പിന്നെ ക്ലാസ്സസ്, എക്സ്പെഷ്യലി ദ ലാംഗ്വേജ്, ലൈക്ക് നമ്മൾ ഇവിടെ പഠിച്ചപ്പോഴും ഇവിടെ സംസാരിക്കുന്ന രീതിയേ അല്ലായിരുന്നു അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്ന രീതി. ഓഫ് കോഴ്സ് ദ ആക്സെൻറ്റ് വാസ് റിയലി ഡിഫിക്കൽട്ട് ഫോർ മീ ടു ക്രാക്ക്. ലൈക്ക് നമ്മൾ വി നോ ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ്, വി നോ ഹൗ ടു ലൈക്ക് വി നോ വാട്ട് ദേ ആർ ടോക്കിംഗ്. പക്ഷേ ആ കമ്മ്യൂണിക്കേഷൻ, ആ ഒരു ടച്ച് കിട്ടുക എന്നുള്ളത് ഭയങ്കര പാടായിരുന്നു ആദ്യമേ. അതിനെനിക്ക് ഇവിടുന്ന് റിയലി അവരെന്നോട് പറഞ്ഞു തന്നായിരുന്നു, ദിസ് ഈസ് നോ വാട്ട് വി ഹാവ് ടു ഡീൽ വിത്ത് ദയർ. അതുകൊണ്ട് തന്നെ ആക്സെൻറ്റിനെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു പ്രൊണൗൺസിയേഷൻസ്, ആ ക്ലാസ്സുകളൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ ചെന്നിട്ട്. അല്ലാതെ നമ്മൾ പഠിച്ചതും വി നോ തിങ്സ്, ബട്ട് അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും ഏത് സ്ഥലത്ത് എങ്ങനെ പോലെ ഉപയോഗിക്കണം എന്നൊക്കെ പഠിച്ചത് എനിക്ക് ഇവിടുന്ന് തന്നെയായിരുന്നു. ആൻഡ് ദാറ്റ് റിയലി ഹെൽപ്പ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ കോഴ്സ് അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് അത് തീർത്തു. അത് കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടി ഒരു കോഴ്സ് എടുത്തു, PSW എന്നുള്ള കോഴ്സ് എടുത്തു. അതും സെയിം കോളേജിൽ തന്നെയായിരുന്നു. ആൻഡ് ആ കോഴ്സിൽ 98 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ മാത്രമേ ഉള്ളായിരുന്നു മലയാളി. That's really good exposure for me. Like not even a word in മലയാളം. അല്ലെങ്കിൽ ഒരു രീതി, ഞാൻ താമസിക്കുന്ന സ്ഥലത്തുമാണെങ്കിലും ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും ക്ലാസ്സിലായിരുന്നെങ്കിലും I didn't get a chance to speak in മലയാളം. അതുകൊണ്ട് അതെന്നെ ആക്ച്വലി ഹെൽപ്പ് ചെയ്തു. ആദ്യമേ സ്ട്രഗ്ലിംഗ് ആയിരുന്നു, പക്ഷേ ദാറ്റ് ആക്ച്വലി ഹെൽപ്പ് മീ. ഒരു വേർഡ് പോലും മലയാളത്തിലോ, ഐ എം നോട്ട് ഈവൻ ഹിയറിങ് എ വേർഡ് ഫ്രം മലയാളം. സോ ദാറ്റ് റിയലി ഹെൽപ്പ് മീ. അതൊരു റിയലി ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. എക്സാക്ട്ലി. ഈ IELTS എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കുന്നതൊക്കെ ഇത് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞു, അത് ഒരു മേജർ പാർട്ട് കഴിഞ്ഞു, ഇനി നമുക്ക് പോകാം, അവിടെ ചെന്നുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത് നമ്മൾ ആക്ച്വലി അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ്. ഇത് ജസ്റ്റ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അല്ല, ഒരു ക്രാക്കിങ് കഴിഞ്ഞു, അത് തീർന്നതല്ല, ഇത് നമുക്ക് ഇനി ഫ്യൂച്ചറിൽ ആവശ്യമുള്ളതാണെന്നും അവിടെ ചെല്ലുമ്പോൾ ഇതാണ് നമ്മൾ ബേസ്ഡ് ആണെന്നും ഇത് നിന്നുകൊണ്ടേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള റിയലൈസേഷൻ അവിടെ ചെന്നിട്ട് ആക്ച്വലി കിട്ടത്തുള്ളൂ. അതിപ്പോഴും ഇവിടുത്തെ പിള്ളേർക്കുണ്ടോ എന്ന് എനിക്കിപ്പോഴും ഡൗട്ടാണ്. അത് ആക്ച്വലി എനിക്കിവിടെ വരുന്നതിന് മുമ്പ് ഇല്ലായിരുന്നു. ഇത് പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ജസ്റ്റ് ഒരു എക്സാം, ക്രാക്ക് ഇറ്റ് ഔട്ട്, മൂവ് ഓൺ എന്നുള്ളതായിരുന്നു എൻ്റെയും ഒരു, ഞാൻ അങ്ങനെയാണ് ആലോചിച്ച് വന്നത്. പക്ഷേ ഇവിടെ വന്ന് IRS വന്ന് ഇവിടുത്തെ ട്യൂട്ടേഴ്സാണ് എനിക്ക് ആക്ച്വലി അതിനൊരു ഡിഫറെൻറ്റ് വ്യൂ എനിക്ക് പറഞ്ഞു തരുന്നത്. ദിസ് ഈസ് നോ വാട്ട് യു ആർ തിങ്കിങ് അബൌട്ട്. ഇതിൽ നിന്നേ നിങ്ങൾക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ യു ഹാവ് ടു ബി എക്സലൻറ്റ് ഇൻ ദിസ് എന്നുള്ള ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് ആക്ച്വലി തരുന്നത് ഇവിടുത്തെ ട്യൂട്ടേഴ്സ് തന്നെയായിരുന്നു. ആൻഡ് ദാറ്റ് റിയലി ഹെൽപ്പ് മീ. ഈവൻ ദോ IELTS മാത്രമല്ല, ഇത് OET ആയാലും ജർമ്മൻ ഏത് ലാംഗ്വേജ് ആണെങ്കിൽ തന്നെയും അതിൻ്റെ അതാണ് ആക്ച്വലി ബേസ്ഡ് ഓൺ. ആ ബേസ്ഡ് ഓൺ നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആക്കുന്നു, അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. യു ഗുഡ് ടു ഗോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എത്താം. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഈ ബേസ്ഡ് ഓൺ സ്ട്രോങ് ആക്കി എടുക്കുക എന്നുള്ളതാണ് ഈ IELTS എന്ന് പറയുന്ന. IELTS ആയാലും ഏതൊരു ഇതാണെങ്കിലും അതിൻ്റെ മെയിൻ ഉദ്ദേശം അത് തന്നെയാണ്. സോ ആദിത്യം പറഞ്ഞ പോലെ ലാംഗ്വേജ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഈവൻ IELTSO OETയോ ജർമ്മനോ ഏതാണെങ്കിലും എക്സാമിന് വേണ്ടി മാത്രമല്ല, അത് നമ്മുടെ ഫ്യൂച്ചർ ലൈഫിലേക്ക് ഈവൻ ജോബിനായാലും പഠിക്കാനായാലും ഒക്കെ മൂവ് ചെയ്യുന്നവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മേജർ പാർട്ടാണ് എന്നുള്ളൊരു റിയലൈസേഷനാണ് ഉണ്ടായേക്കുന്നത്. അത് വളരെ കറക്റ്റാണ്. നമ്മുടെ സ്റ്റുഡൻസും അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ബിഫോർ വി വൈൻഡ് അപ്പ് ദിസ് എപ്പിസോഡ്, എനിക്ക് ആദ്യത്തിനോട് ഒരു ലാസ്റ്റ് കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഇപ്പം ഒത്തിരി കാൻഡിഡേറ്റ്സ് UK-ലോട്ടും ഓസ്ട്രേലിയയിലോട്ടും അതിനെ പോലെ കാനഡയിലോട്ടും ഒക്കെ പഠിക്കാൻ പോകാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ട്. സോ അവരോടായിട്ട് എന്താ പറയാനുള്ളത്? ഞാനിപ്പോൾ അവിടെ ചെന്നിട്ട് 2.5 വർഷമായിട്ടുണ്ട്. ഈ 2.5 വർഷം കൊണ്ട് അവിടുത്തെ സിസ്റ്റം ചേഞ്ച് ആയത് ഭയങ്കര വാസ്റ്റ് ചേഞ്ചസ് ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഈവൻ ഞാൻ എൻ്റെ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്തിട്ട് 1 മാസത്തിന് കഴിഞ്ഞിട്ട് ആ വർക്ക് പെർമിറ്റിൻ്റെ പോളിസീസ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ആയി. ഇനി അവിടെ ഒരാൾക്ക് വർക്ക് പെർമിറ്റ് വേണമെങ്കിൽ അവർ ഒന്നുകൂടി അവിടെ തന്നെ IELTS ജനറൽ എഴുതണം. ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് 1 മാസം കൊണ്ടുണ്ടായ ചേഞ്ചസാണ് ഇപ്പോൾ ഈ വാസ്റ്റ് ചേഞ്ചസ്. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടുകൊണ്ട് പേഴ്സണലി ഓരോ
ഏജൻസി വഴി അവിടെ ചെന്നിട്ട് ഇനി എന്ത് എന്നുള്ള ഒരു കൺഫ്യൂസ് ചെയ്ത് നിൽക്കുന്ന ഇഷ്ടം പോലെ സ്റ്റുഡൻസിന് ഞാൻ കണ്ടുണ്ട്. ഇവിടുന്ന് അവർക്ക് പ്രോമിസിങ് ആയിട്ടുള്ള പല കാര്യങ്ങളും ആയിരിക്കാം ഇവിടുത്തെ ഏജൻസീസ് പറഞ്ഞിട്ടുണ്ടാകും. എക്സ്ക്യൂസ് മീ. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവർ ഇനി എന്താ അവരുടെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡും ഇല്ലാതെ കംപ്ലീറ്റ്ലി ഫ്രം ദ ബിഗിനിങ് അവരായിരുന്നു സ്വന്തമായിട്ട് പിള്ളേർ സ്ട്രഗിൾ ചെയ്യുന്നതും എങ്ങും എത്താതെ പോകുന്നതും ഞാൻ പേഴ്സണലി എൻ്റെ കൂടെ പഠിച്ച വേറെ ഏജൻസിയിൽ നിന്ന് വന്ന ആൾക്കാരെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നത്. അതിൽ പല ആൾക്കാർക്കും തിരിച്ചു പോകേണ്ടി വന്നു. അവർക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ട് അവരുടെ റിലേറ്റീവ്സ് അങ്ങനെ ആരും അവിടെ ഇല്ലാത്ത സ്ഥിതി വന്നു. തിരിച്ചു പോകേണ്ട ആൾക്കാരെ എനിക്കറിയാവുന്നവരുണ്ട്. അതുകൊണ്ട് ആകെ എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജാണ്. ഇതിന് നിങ്ങൾ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് ഇത് ഏത് ഏജൻസീസാണ്, ആ ഏജൻസീസിന് പ്രോപ്പറായിട്ടുള്ള റെപ്യൂട്ടേഷൻ ഉണ്ടോ, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്. ഐ തിങ്ക് IRS ഇപ്പം എബ്രോഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവരെന്തൊക്കെയാണ് പ്രോമിസിങ് ചെയ്യുന്നത്, ഏത് കോഴ്സാണ്. റാൻഡമായിട്ട് ഒരു കോഴ്സ് കേട്ടു, ഓക്കെ എങ്ങനെയായാലും ഒരു കോഴ്സ് കയറി അവിടെ എത്തി ബാക്കി നമുക്ക് അവിടെ നിന്ന് പഠിക്കാം അല്ലെങ്കിൽ വർക്ക് ചെയ്യാമെന്ന് ഓർത്താൽ നോ, ഡസൻറ്റ് വർക്ക് ലൈക്ക് ദാറ്റ്. അങ്ങനെയല്ല. അത് അവിടെ ചെന്ന് അനുഭവിക്കുമ്പോഴേ അവരുടെ ആ ഫീലിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളത്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഇപ്പം തന്നെ നമുക്ക് അറിയാം ഇഷ്ടം പോലെ ഏജൻസീസ് ആർട്സ് എബ്രോഡിങ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്ത് റെപ്യൂട്ടേഷനാണ്, അവർക്ക് ഏത് കോഴ്സസാണ് അവർ പറയുന്നത്, ആ കോഴ്സസൊക്കെ ഉള്ളോ അവിടെ, വേറെ നമുക്ക് ആപ്റ്റായിട്ടുള്ള കോഴ്സസ് ഉണ്ടോ, ആ കോഴ്സസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അവിടെ ഇതിന് ജോബ് ഉണ്ടോ, അല്ലെങ്കിൽ ഇവർ പറയുന്ന കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ അവർക്ക് ജോബ് കിട്ടും, അങ്ങനെയൊന്നും ഐ ഡോണ്ട് തിങ്ക് അങ്ങനെയൊന്നും അവിടെ വർക്കാവില്ലത്. അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു സൂപ്പർവിഷൻസ് ത്രൂ ഔട്ട് അവരുടെ കരിയറിൽ കൊടുക്കുന്നുണ്ടോ, അങ്ങനെയുള്ള ഏജൻസീസ് ആണോ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്. സോ പേരൻസ് ആയാലും സ്റ്റുഡൻസ് ആണെങ്കിലും, ഈവൻ നിങ്ങൾ +2 കഴിഞ്ഞിട്ടാണെങ്കിലും ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും ഒരു തറവ് ബാക്ക്ഗ്രൗണ്ട് ചെക്കപ്പ് നടക്കുക. നിങ്ങളുടെ ലൈഫാണ് മുമ്പോട്ടുള്ളത്, ഇതിൽ നിന്നാണ് നിങ്ങളുടെ ലൈഫ് മുമ്പോട്ട് പോകുന്നതെല്ലാം. സോ ഒന്ന് എഫേർട്ട് ഇടുക, ഒരു റിസർച്ച് നടത്തുക, എന്ത് കറക്റ്റ് റെപ്യൂട്ടഡ് ആണോ, ഇതിൻ്റെ ലെഗസി എന്താണ്, നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു ഏജൻസി ഇതിൽ നിന്നാണോ ബിൽഡപ്പ് ആകുന്നത്, അല്ലെങ്കിൽ അവരെന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്കപ്പ് നടത്തുക. ഓൾവേസ് ഗുഡ് ഫോർ യു. അത് നിങ്ങൾ ഒരിക്കലും നല്ല രീതിയിലേ നിങ്ങളത് അഫക്റ്റ് ആവത്തുള്ളൂ. സോ അത് ചെയ്യുക. ആൻഡ് ഐ ആം പേഴ്സണലി ഹാപ്പി, ഐ ആം ഗ്രേറ്റ്ഫുൾ, ലൈക്ക് I came here in IRS group, and thank you for all of them. Thank you, I really appreciate that work. അവരിപ്പോഴും ആണെങ്കിലും എൻ്റെ കരിയറിൽ അവർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. എന്തായി എൻ്റെ കാര്യങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും എന്നോട് വിളിച്ച് അന്വേഷിക്കുകയും എന്നെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. And I really appreciate that, and I'm so grateful to be a part in IRS group. Thank you. So once again, thank you, Adityan. Thank you. Nice talking to you.